ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഷാർജയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഷാർജ എയർപോർട്ടാണ്. നമ്മൾ ആക്ച്വലി ഷാർജ എയർപോർട്ടിൽ നിന്നല്ല പോകുന്നത്, അബുദാബി എയർപോർട്ടിൽ നിന്നാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസലായി, അത് ദുബായിൽ നിന്നായിരുന്നു. അത് ക്യാൻസലായതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ടിക്കറ്റ് എടുത്തത് അബുദാബിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിലേക്കുള്ള ഓൺ ദ വേ ആണിപ്പോൾ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. ഇതൊരു മ്യൂസിയം ആട്ടോ, ഈ അറബി എഴുതിയിരിക്കുന്ന ഇത് നമുക്ക് ഇതിനകത്ത് കയറാം. ഇതൊരു മ്യൂസിയമാണ്. പിന്നെ ഞങ്ങളങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ വേറെ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബുർജ് ഖലീഫയുടെ ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാനങ്ങനെ എടുക്കുന്നുള്ളൂ. നമ്മൾ താമസിക്കുന്നത് ഷാർജയിലാണ്. ഷാർജയിൽ നിന്ന് അബുദാബി എയർപോർട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഒരു 2-2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് നമുക്ക് അബുദാബി എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 11:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇത്രയും ദൂരം ഉണ്ടല്ലോ പോകാനായിട്ട്. ഞങ്ങൾ ടാക്സിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കണ്ട വീഡിയോസൊക്കെ ഞാൻ എടുത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും. കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്തിയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇവിടെ അബുദാബി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ബസ്സും ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ടാക്സിയാണ് എടുത്തത്. ഞങ്ങളതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകാൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അബുദാബി എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബുദാബി എയർപോർട്ട് ശരിക്കും വലിയ എയർപോർട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടു നോക്കാം എത്തിക്കഴിയുമ്പോൾ. ഞങ്ങളും ആദ്യമായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ട് എത്താറായി. ഇതേ ആ കാണുന്നതാണ് എയർപോർട്ട്. നമ്മളെത്തി ടാക്സിയിൽ നിന്ന് നമ്മുടെ ലഗേജുകളെല്ലാം പുറത്തെടുത്തു. ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് അകത്ത് കയറണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, ഭയങ്കര വലുതാണ് അബുദാബി എയർപോർട്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിലും ഭംഗിയായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസെല്ലാം നമുക്കെടുക്കാം. ഇപ്പം ഞങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ പോവാണ്. ഒത്തിരി വലിയ എയർപോർട്ടാട്ടോ അബുദാബി എയർപോർട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് കയറിയതിന് ശേഷം ബാക്കി വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാരണം പുതിയ വീഡിയോസ് ഇടുമ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.